കരിക്കുട്ടിച്ചാത്തന്റെ പടപ്പുറപ്പാട്. പീഠത്തിൽ ഉറഞ്ഞാടി കരിക്കുട്ടിച്ചാത്തൻ നേരെ അമ്പലനടയിലേക്ക്. അവിടെ ഭക്തിയുടെ കൊടുമുടിയിൽ വീണ്ടും ഒരു ഉറഞ്ഞുതുള്ളൽ. പിന്നെ സ്വന്തം നടയിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിക്കുകയായി. വഴിയിൽ കാണുന്ന കാഞ്ഞിരത്തിലകൾ പറിച്ച് പകുതി താൻ ഭുജിച്ചും ബാക്കി ഭക്തർക്ക് പ്രസാദമായി നൽകിയും ചാത്തൻ നീങ്ങുന്നു. കുട്ടിച്ചാത്തന്റെയും ഗുളികന്റെയും നടകളിൽ വന്ദിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി നമ്പൂതിരിയുടെ അനുവാദത്തോടെ ചാത്തൻ കുളത്തിലേക്ക് കുതിക്കുന്നു. ശുദ്ധി വരുത്തി തിരിച്ചെത്തുന്ന ചാത്തനെ കാത്തില്ലത്തെ പടിയിൽ ഉണ്ണി നിൽപ്പുണ്ടാകും. ആ കുഞ്ഞു കൈകളാൽ പാദങ്ങൾ കഴുകി ചാത്തൻ ഇല്ലത്തെ മുറ്റത്തേക്ക്. പടിഞ്ഞാറ്റയിലെ ഭഗവതിക്ക് മുന്നിലും കുടുംബാംഗങ്ങൾക്ക് മുന്നിലും ആ ചൈതന്യം ആടിത്തിനിർത്തും. കിണറിനരികിലെത്തി വീണ്ടും ശുദ്ധി വരുത്തി ഭഗവതിയോട് എന്തോ ആംഗ്യങ്ങളാൽ സംവേദിക്കുന്ന ചാത്തൻ പെട്ടെന്ന് രൗദ്രനാവുകയാണ്. അതിശക്തമായ ഉറഞ്ഞുതുള്ളലോടെ ഇല്ലത്തിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന ചാത്തനെ നമ്പൂതിരിമാർ ചേർന്ന് ബലമായി പിടിച്ചു നിർത്തുന്നു. ആ ജ്വലിക്കുന്ന ആവേശത്തെ പതുക്കെ പീഠത്തിലിരുത്തുന്നതോടെ കരിക്കുട്ടിച്ചാത്തൻ ശാന്തനാകുന്നു. ശത്രുവിനെ മിത്രമാക്കി മാറ്റിയ ആ വലിയ ഐതിഹ്യത്തിന്റെ പൂർണ്ണത അവിടെ തെളിയുന്നു.